കൊച്ചിയിൽ 2 ദിവസത്തെ അടിപൊളി ഷൂട്ടിന് ശേഷം നമ്മൾ നേരെ വണ്ടി കയറിയത് ബാംഗ്ലൂരാണ്. അതെ, നമ്മൾ നെക്സ്റ്റ് 3 ഡേയ്സ് ഇനി ബാംഗ്ലൂരാണ് നമ്മുടെ ഷൂട്ട് വരുന്നത്. കുറേ പേർക്കുള്ള ഡൗട്ടാണ്, ഞാനൊരു ഡാൻസർ ആണോ, വീഡിയോഗ്രാഫർ ആണോ, ഫോട്ടോഗ്രാഫർ ആണോ, അതോ ഇനി എഡിറ്റിംഗ് മാത്രമാണോ? ഡാൻസിങ് കരിയർ ആസ് എ പാഷനും അതേപോലെ തന്നെ മീഡിയ കരിയർ ആസ് എ പ്രൊഫഷനും ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മെയിൻലി ഉള്ള ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് മീഡിയ പ്രൊഡക്ഷൻ ആണ്. ആസ് എ ഡാൻസർ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഡാൻസ് ക്ലാസ് സ്വന്തമായിട്ട് റൺ ചെയ്യുന്നുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി. അതേപോലെ തന്നെ മീഡിയ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്ഷൻ ഹൗസ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ അതിനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ തരും. നമ്മൾ ബസ് ഇറങ്ങിയ ഒരു ഊബർ എടുത്ത് നേരെ വിട്ട് നമ്മളെ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷനിലോട്ടാണ്. ആൻഡ് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഹവാർഡ് ജോൺസണിലാണ്. ആൻഡ് നമ്മൾ റിസപ്ഷനിൽ പോയി ചെക്കിംഗ് പ്രൊസീജിയറൊക്കെ ചെയ്ത് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ആൻഡ് മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നതും ഈ റൂമിൽ തന്നെയാണ്, ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഈ റൂമിൽ തന്നെയാണ്. ആൻഡ് ഒരു 1 അവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ ക്ലയൻറ്റ് എത്തിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ക്ലയൻറ്റ് ശരത് പറമ്പിൽ. ആളൊരു ബിസിനസ് കോച്ചാണ്. ആൻഡ് ഈ ക്ലയൻറ്റിന്റെ കാറ്റഗറി വരുന്നത് പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ വർക്ക് ചെയ്യുന്നത് മന്ത്ലി ബേസിസിലാണ്. സോ നമ്മളെ കോൺട്രാക്ട് വരുന്നത് 10 റീൽസും 4 യൂട്യൂബ് വീഡിയോസും ഷൂട്ട് ആൻഡ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ട് ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാംഗ്ലൂർ വരിക. സോ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് മോസ്റ്റ്ലി ടെൻഷൻ ഉണ്ടാവാറില്ല. അങ്ങനെ അറ്റ്ലാ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പാക്കപ്പ് ചെയ്തിട്ട് ഞാനും ശരത് സാറും കൂടിയും ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. സോ ഇന്നത്തെ ഡേയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. കീപ് ഹസ്ലിംഗ്.